ഏറെ ഞെട്ടിച്ച വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വർക്കല ചെമ്മരുതി ആശാൻമുക്കിൽ നിന്നും പുറത്തുവന്നത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു നാടിനെയാകെ നടുക്കിയ സംഭവം നടന്നത്. സംഭവത്തിൽ ഒരു കുടുംബത്തിലെ 3 പേരാണ് ഇല്ലാതായത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രാജേന്ദ്രനും ഭാര്യ ബിന്ദുവും കഴിഞ്ഞ 8 മാസമായി അകന്നു കഴിയുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 3-ന് കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ബിന്ദു തൻ്റെ സാധനങ്ങൾ എടുക്കുന്നതിനായി മകനെയും മകൾ സാന്ദ്രയെയും കൂട്ടി രാജേന്ദ്രൻ്റെ വീട്ടിലെത്തി. ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് രാജേന്ദ്രൻ വീട്ടിൽ കരുതിയിരുന്ന തിന്നർ ഉപയോഗിച്ച് ദേഹത്തും സ്വന്തം ശരീരത്തിലും ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനത്തിൽ പറയുന്നത്. ഈ സമയം മകൾ വീടിനു വെളിയിൽ നിൽക്കുകയായിരുന്നു. നിലവിളി കേട്ട് മകളും നാട്ടുകാരും ഓടിയെത്തുമ്പോഴേക്കും രാജേന്ദ്രൻ പൊള്ളലേറ്റ് മരിച്ച നിലയിലായിരുന്നു. വീടിനു തീ പടർന്നിരുന്നു. വർക്കല അഗ്നിരക്ഷാസേനയും അയിരൂർ പോലീസും സ്ഥലത്തെത്തി ബിന്ദുവിനെയും മകനെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ബിന്ദുവിനെയും മകൻ അമൽരാജിനെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ പൊള്ളൽ ഗുരുതരമായതിനാൽ ചികിത്സയിലിരിക്കെ അമൽരാജും അമ്മ ബിന്ദുവും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു.